everyone, welcome back to Salam Reading. Actually, നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് നമുക്കിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് നമ്മുടെ നോട്ടീസ് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ബാക്കിയുള്ളവരെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ടീസ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ നമ്മുടെ സ്കൂളിന്റെ വകയായിക്കോട്ടെ, ക്ലബിന്റെ വകയായിക്കോട്ടെ, ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, എന്തിനെ പറ്റിയിട്ടുള്ള ഒരു നോട്ടീസ് ആണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു ഹെഡിങ് കൊടുക്കണം. അല്ലെങ്കിൽ ഏത് ക്ലബ്ബാണ് ഈ നോട്ടീസ് നൽകുന്നത് എന്നുള്ളത് നമുക്ക് എക്കോ ക്ലബ്ബ് ഡിസൈഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ നോട്ടീസിന് ഒരു ഹെഡിങ് കൊടുക്കണം, ഡേറ്റും സബ്ജക്റ്റും എന്താണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അവയർനെസ് ക്ലാസ്സിനെ പറ്റിയിട്ടാണെന്നുണ്ടെങ്കിൽ അവയർനെസ് ക്ലാസ് ബേസ്ഡ് ഓൺ ഇന്ന ടോപ്പിക്ക്, ക്ലൈമറ്റ് ചേഞ്ച് ആണെങ്കിൽ ആ ടോപ്പിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സബ്ജക്റ്റ് കൊടുക്കാം. എന്നിട്ട് അത്രയും ഹെഡിങ് നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ അവതരിപ്പിക്കണം അല്ലേ. ദിസ് ഇസ് ടു ഇൻഫോം ഓൾ ദ സ്റ്റുഡൻസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എന്താണോ നമുക്ക് അറിയിക്കാനുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ അറിയിക്കുക. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് നോട്ടീസിലെ ഡേറ്റും ടൈമും വെന്യൂ. ഓക്കെ, ഏത് സമയത്ത് എവിടെ വെച്ച് അല്ലെങ്കിൽ ഏത് തീയതിയിലാണ്, ഈ 3 കാര്യങ്ങൾ നോട്ടീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. എന്നിട്ട് അവസാനം നമുക്ക് ഓൾ ദ സ്റ്റുഡൻസ് ആർ കോർഡിയലി ഇൻവൈറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു ക്ഷണവും കൂടെ കൊടുക്കാം. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ അവസാനം നമ്മൾ ഏത് ഇഷ്യൂയിങ് അതോറിറ്റി ആരാണോ, സെക്രട്ടറി ആണെന്നുണ്ടെങ്കിൽ ആ ക്ലബിന്റെ സെക്രട്ടറി പേരും ഒപ്പം ഇത്രയും കാര്യങ്ങളാണ് നോട്ടീസിൽ വേണ്ടത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.